ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ആഷിസ് ഐസ് വ്ളോഗ്. ആഷിസ് ഐസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും വേണ്ടി സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വീഡിയോ എടുക്കുന്നത് സ്കൂളിൽ നിന്നാണ്. അപ്പോൾ നാളെ എനിക്ക് ആർട്ട് ഫെസ്റ്റിൻ്റെ കോമ്പറ്റീഷൻ ഉണ്ട്, ഭരതനാട്യം. അപ്പോൾ അതിൻ്റെ ഡ്രസ്സ് എടുക്കാനായിട്ട് ഞാൻ പോവുകയാണ്. വിചാരിച്ചു പിന്നെ വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ അമ്മ വണ്ടി എടുത്തുമായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഗേറ്റിൻ്റെ അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ച്. ഇതാണ് ജസ്റ്റ് ഞങ്ങളുടെ സ്കൂള്. അപ്പം ഞങ്ങളിനി പോകാൻ പോവാണ്. ആഷ്മി അവിടുന്ന് ഞങ്ങൾക്ക് 3 ദിവസമാണ് ആർട്ട് ഫെസ്റ്റ്. ഇന്ന് 2ാമത്തെ ദിവസമാണ്. അപ്പോൾ ആഷ്മി അവിടുന്ന് പ്രോഗ്രാം കാണുന്നത്, അതുകൊണ്ട് അവളെ കൊണ്ടുപോയില്ല. താങ്ക്സ്. അപ്പോൾ ഗൈസ്, കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. കാരണം എനിക്ക് എക്സാമൊക്കെ ആയിരുന്നു, PT1 എക്സാം ഒക്കെ ആയിരുന്നു. അപ്പോൾ ആ എക്സാം കഴിഞ്ഞിട്ട് ഉള്ള 3 ദിവസമാണ് ഈ ആർട്ട് ഫെസ്റ്റ് വരുന്നത്. അപ്പോൾ നാളെയാണ് എനിക്ക് പ്രോഗ്രാം. അപ്പോൾ അതിനുള്ള ഡ്രസ്സ് ഓർണമെൻറ്റ്സും വാടകയ്ക്ക് എടുക്കാൻ പോവുകയാണ്. എൻ്റെ കയ്യിൽ ഞാൻ കുഞ്ഞിനാളിലായിരുന്നപ്പോൾ എടുത്തതാണ്, അതൊക്കെ എനിക്ക് ചെറുതാണ്. അപ്പോൾ ഞാനിപ്പോൾ വാടകയ്ക്ക് ആ ഡ്രസ്സൊക്കെ എടുത്ത് പ്രോഗ്രാമൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഞങ്ങളവിടെ എത്തി ഡ്രസ്സ് ഇങ്ങനെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കോമ്പറ്റീഷനൊക്കെ പറ്റിയത് അങ്ങനെ വലിയ കോമ്പറ്റീഷനൊന്നുമില്ല, ജസ്റ്റ് ആർട്ട് ഫെസ്റ്റ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, കളറും ചെയ്യുന്ന സൈസും ഒക്കെ ആയിട്ട്. ഓർണമെൻറ്റ്സും എടുക്കുന്നുണ്ട്. ഓർണമെൻറ്റ്സ് പക്ഷേ ചിലതൊക്കെ മതി, ചിലതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അരപ്പട്ടയൊക്കെ പൊട്ടിപ്പോയി. അപ്പോൾ അങ്ങനെ പൊട്ടിപ്പോയത് കഴിഞ്ഞാൽ കുഞ്ഞുനാട്ടിലെടുത്തതാണ്. എനിക്ക് ഞാൻ 1ാം ക്ലാസ് പഠിച്ചപ്പോൾ എൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞാൽ അപ്പോൾ ഉള്ള ഡ്രസ്സ് ഓർണമെൻറ്റ്സൊക്കെ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ഞാനിപ്പോൾ ഭരതനാട്യത്തിനെക്കാട്ടിലും കൂടുതൽ കളിക്കുന്നതും കുറച്ചുകൂടെയൊക്കെ അറിയാവുന്നതൊക്കെ ഇപ്പം മോഹിനിയാട്ടമാണ്. പക്ഷേ ഭരതനാട്യം ഫുള്ള് ഞാൻ പഠിച്ച് കഴിഞ്ഞ്, അതും എനിക്കറിയാം. പക്ഷേ ഞാൻ ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്തിട്ടുള്ളത് മോഹിനിയാട്ടമാണ്. അപ്പം ഞങ്ങൾ ദാണ്ട് ഈ ആൻറ്റിയുടെ കയ്യിലിരിക്കുന്ന ആ ഒരു പിങ്ക് കളറാണ് ഇപ്പോൾ ഞാൻ എടുത്ത് വെക്കുന്നുണ്ടോ, ആ ഒരു പിങ്ക് കളറും ആ ഒരു സെറ്റാണ് ഞങ്ങൾ എടുത്തത്. പിന്നെ കുറച്ച് ഓർണമെൻറ്റ്സും എടുത്തു. ഇതാണ് നമ്മളെടുത്ത സെറ്റ്. പിന്നെ നമുക്ക് അരിപ്പട്ടെ 4 ഓർണമെൻറ്റ്സ്. അതിനൊക്കെ എമൗണ്ട് കൂടുമായിരിക്കും. ഇതിന് ചേരുന്ന വേണ്ടേ ലച്ചു? അതിനൊരു ഭംഗി. ഗൂഗിൾ പേ അല്ലേ? ഗൂഗിൾ പേ പൊട്ടയൊക്കെ തന്നെ നമുക്കിനി എല്ലാ വർഷവും വേണ്ടി വരും. മലയാണോ? ചെറിയ മലയുണ്ടോ നിനക്ക്? എടി അത് എവിടെ ഇടുന്ന? ഇവിടെ വെക്കത്തില്ല, എന്നിട്ട് ചുറ്റും പൂ വെക്കത്തില്ലയോ? അതാ, അല്ലാതെ ഇവിടെ നെറ്റ് ഇങ്ങനെ എടുത്ത് ചുറ്റിയിടുന്നു. അത് നെറ്റി ചുറ്റി അതില്ലേ നിൻ്റെ കയ്യിലേ? അതില്ല നിൻ്റെ കയ്യിൽ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് എനിക്കാണെങ്കിൽ മേക്കപ്പ് സ്വന്തമായിട്ടാണല്ലോ ചെയ്യുന്നത്. ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് എനിക്കും പിന്നെ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കൊച്ചിനോട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് മേക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച്, പക്ഷേ കുറച്ച് സാധനങ്ങളൊന്നും കിട്ടിയില്ല. കാരണം ഞങ്ങൾ ഓർഡർ ചെയ്ത് കുറച്ച് താമസിച്ചു. അപ്പം ഞങ്ങൾ ഡേറ്റ് കഴിഞ്ഞൊക്കെ ആയിരിക്കും അത് വരുന്നത്. അതുകൊണ്ട് ഞങ്ങളിവിടെ ഒരു
ബ്യൂട്ടി പാർലറിൽ കയറി ചോദിക്കാൻ ഇങ്ങനെ സാധനങ്ങളുണ്ടോ എന്ന് ചോദിച്ച് വാങ്ങുകയാണ്. അപ്പോൾ എന്തോ ഹൈലൈറ്റർ വാങ്ങാനാണ് ഞങ്ങൾ മെയിനായിട്ട് കയറിയത്. ബാക്കിയല്ല ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾ ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്തു. അങ്ങനെ ഞാൻ ഹൈലൈറ്ററൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ലത് ഹൈലൈറ്ററും ബ്ലഷും ഒക്കെയാണ് നോക്കിയത് മെയിനായിട്ട്. അപ്പം അത് രണ്ടുമൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ. പിന്നെ ഉച്ചയ്ക്ക് പോയതുകൊണ്ട് ഭയങ്കര ദാഹമായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ ബേക്കറി കയറി ഒന്നും കഴിച്ചില്ല. പക്ഷെ നാരങ്ങളും കുടിച്ച് ആശയില്ലാത്തതുകൊണ്ട് ഞങ്ങളൊന്നും കഴിച്ചില്ല. അപ്പോൾ ഗൈസ് ഞങ്ങൾ വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ ഞാൻ മാറി. അപ്പോൾ അവളത് അവിടെ തന്നെ ഇരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ആശുമി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഞങ്ങളൊന്നും കഴിക്കാൻ ഒന്നും അവിടെ വെച്ച് വാങ്ങിച്ചില്ല. ഇതെന്ത് സോപ്പിട്ടതാ ഉമ്മ കൊടുത്തേ അവൾക്ക് സാൻഡ്വിച്ച് കൊടുക്കാൻ. അമ്മ അപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നു സാൻഡ്വിച്ച്. കുഞ്ഞിനോട് കൊടുക്കണേ. പിന്നെന്താ കൊടുക്കാം. ഒരു സാൻഡ്വിച്ചിന് 50 രൂപയാണ് കേസ് ഇത് വില. ഇന്നലെ മേടിച്ചു. ചിക്കനാണോ അത്? വളരെ കട്ടി. ആ ടേസ്റ്റാ. ഇതിന് 50 രൂപ. പക്ഷെ ഇവിടെ 35 രൂപ കിട്ടത്തില്ലയോ? കുറച്ചുകൂടി വലിപ്പം ഉണ്ടെന്ന്. അപ്പോൾ ഗൈസ് എനിക്ക് വിശപ്പുണയൊന്ന് കഴിക്കട്ടെ. പിന്നെന്താ നാളെ എനിക്ക് പ്രോഗ്രാം. നാളെ എനിക്ക് ഞാൻ സ്വന്തമായിട്ടാണ് മേക്കപ്പ് എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്ത് ഡാൻസൊക്കെ ഉണ്ട് നാളെ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും നാളെ തന്നെ. പിന്നെന്താ ഇനി ഞാൻ തുടരെ വീഡിയോ ഇടാൻ ശ്രമിക്കാം. അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാം ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഇതായിരിക്കും. ബൈ ബൈ.